അതിന് ഇപ്രകാരം പറയും, പൗലോസിലേക്ക് പറയുന്ന ഇപ്രകാരമാണ്: കൃപയ്ക്കുമേൽ കൃപ വർദ്ധിക്കുക, പാപത്തിന്മേൽ പാപം വർദ്ധിക്കുക. കഴിഞ്ഞൊരു വർഷം ചെയ്തതിനേക്കാൾ കൂടുതലായി എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ കൂടുകയാണോ കുറയുകയാണോ ചെയ്തിരിക്കുന്നത്? കൃപയ്ക്കുമേൽ കൃപ വർദ്ധിക്കുകയാണ് ചെയ്തതെങ്കിൽ കഴിഞ്ഞൊരു വർഷത്തേക്കാൾ കൂടുതൽ വിശുദ്ധനായി ജീവിക്കുവാനും കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനും എനിക്ക് സാധിച്ചുവെങ്കിൽ ഞാൻ ആരാണ്? പരിശുദ്ധാത്മാവിൽ വളർന്നവനാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാൾ എൻ്റെ ഹൃദയത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു, എൻ്റെ ഹൃദയത്തിൽ വെറുപ്പ് വർദ്ധിച്ചു, എൻ്റെ ജീവിതത്തിലെ നിരാശ വർദ്ധിച്ചു, പരിശുദ്ധാത്മാവ് കുറഞ്ഞിരിക്കുന്നു എങ്കിൽ എൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു? പാപത്തിന്മേൽ പാപം വർദ്ധിച്ചു. നമുക്കിത് മനസ്സിലാക്കാനുള്ള അളവുപോലെ ഇത് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അളവുപോലെ അത് എൻ്റെ ഉള്ളിലെ എത്രയോ സ്നേഹവും സമാധാനവും വർദ്ധിക്കുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇതാണ് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ കൃപാവരം വർദ്ധിപ്പിക്കുന്ന. ഇത് ഒരു നിമിഷം കൊണ്ടുണ്ടാകാം, മെല്ലെ മെല്ലെ ഉണ്ടാകാം. ശരി, മെല്ലെ മെല്ലെ ഇത് ആർജിച്ചെടുക്കുക. വർഷങ്ങളോളം മെല്ലെ 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 ആർജിച്ചെടുത്തുകൊണ്ടായിരിക്കും. അത് ഓരോ ദിവസവും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ടേ മുന്നേറുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം തെളിഞ്ഞ് വരും. ചിലർക്ക് ഒരു പക്ഷേ എന്നെ പോലെ ഭാവി ദൈവത്തിൽ പെട്ടെന്ന് ഒരു ദിവസം ചിലപ്പോൾ പരിശുദ്ധാത്മാവ് സ്പർശിച്ചേക്കാം, അഭിഷേകമായേക്കാം. എന്തു വന്നാലും കർത്താവിന്റെ ഇഷ്ടം പോലെ അതിനുവേണ്ടി വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. പിന്നെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞവർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ പൂർണ്ണനായി, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മാവ് എന്നെ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനാണ് ഇനി അവസാന വാക്ക്, മറ്റുള്ളവർക്കൊന്നും പരിശുദ്ധാത്മാവില്ല, എനിക്ക് മാത്രമേ പരിശുദ്ധാത്മാവുള്ളൂ, അതുകൊണ്ട് ഞാനാണ് ലാസ്റ്റ് വാക്ക് എന്ന് ധരിക്കരുത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയെ ദൈവം 3 പ്രലോഭനങ്ങളിലേക്ക് നയിക്കും. അത് യേശു ആ പ്രലോഭനത്തിലേക്ക് പോയിട്ടുണ്ട്. സ്നാപയോഹന്നാനിൽ സ്നാനം സ്വീകരിച്ച പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിൽ നിറഞ്ഞു വന്നപ്പോൾ ആത്മാവ് എങ്ങോട്ട് നയിച്ചു? മരുഭൂമിയിലെ പ്രലോഭനത്തിലേക്ക് നയിച്ചു. ഇതൊരു ഭയങ്കരമായൊരു സ്റ്റേജാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവണമെന്നല്ല, ഇതൊരു ജീവിതം മുഴുവൻ ഉണ്ടാവുന്ന ഒരു പരീക്ഷണം. ഒന്നാമത്തെ പരീക്ഷണം കഴിഞ്ഞുപോയ പാപത്തെ, ഉപേക്ഷിച്ച പാപത്തിന്റെ ജഡികതയിലേക്ക് തിരിച്ചു ചെല്ലുക എന്നുള്ളതാണ്. ജഡികതയിലേക്ക് തിരിച്ചു ചെല്ലുക, കഴിഞ്ഞുപോയ പാപത്തിലേക്ക് തിരിച്ചു ചെല്ലുക. മദ്യപാനം ഒക്കെ മാറി പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ അവന്റെ മുമ്പിലേക്ക് ഫ്രീ ആയിട്ട് മദ്യകുപ്പി കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും. കൂട്ടുകാരെ വാടാ കുടിക്കാം, ഫ്രീ ആയിട്ട് നല്ല ഐറ്റം, ഇതുവരെ അവൻ കുടിക്കാത്ത ഐറ്റം വെച്ചു കൊടുക്കും. ഇതാണ് പലപ്പോഴും ഈ ഒരു കൃപാവരത്തിൽ നിന്ന് വീണു പോകാനുള്ള കാരണത. ചിലരൊക്കെ ധ്യാനം കൂടി, ബ്രദറെ 3 മാസം കഴിഞ്ഞു, ആ ഗ്യാസൊക്കെ തീർന്ന് വീണ്ടും പഴയ പാപത്തേക്ക് പോയി എന്ന് പറയുന്നത് ഈ പ്രലോഭനത്തിൽ പെട്ടുപോകുന്നത് കൊണ്ടാ. ഇവിടെ വിജയിക്കണം. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, നീ നിന്നെ തന്നെ ഒരുക്കി സ്വയമേവ പരിശുദ്ധാത്മാവിന് വില കൊടുക്കുന്നുണ്ടോ? നിന്റെ ഉള്ളിലേക്ക് ഞാൻ വന്നു, നീ എനിക്ക് വില തരുന്നുണ്ടോ? അതാണ് ചോദ്യം. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു പ്രലോഭനത്തിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രലോഭനം വരും. അത് പ്രശസ്തിക്ക് വേണ്ടിയുള്ള പ്രലോഭനമാണ്. നമുക്ക് തരുന്ന കാരിസം ഉപയോഗിച്ച് നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ സ്വയം എന്നെ 10 ആൾ അറിയണം, അല്ലേ, ഒരു പ്രശസ്തിയൊക്കെ ഉണ്ടാവണം. ഞാനൊരു രോഗശാന്തി നടത്തി, ആ രോഗശാന്തി നാട് മുഴുവൻ പ്രചരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാരിസം എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു എന്നെ തന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഭയങ്കര സംഭവമാണെന്നും മറ്റുള്ളവർ അറിയണം. എളിമപ്പെടാൻ തയ്യാറാവില്ല, സ്വയം ശൂന്യവൽക്കരിക്കാൻ തയ്യാറാവില്ല. ഇതാണ് ആ മേഖല. ആ പ്രലോഭനം വിജയിച്ചു കഴിഞ്ഞാൽ, എളിമപ്പെടുന്ന ഒരു വ്യക്തിയായി വിജയിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു പ്രലോഭനം അവൻ്റെ ജീവിതത്തിലുണ്ടാവും, അധികാരം. അവൻ സ്വയമായി സഭയൊക്കെ സ്ഥാപിക്കാൻ ആരംഭിക്കും. കത്തോലിക്ക സഭ വിട്ട് വേറെ സഭയൊക്കെ സ്ഥാപിച്ച് അതിന് മുകളിൽ കസേരയിട്ടിരുന്ന് ഞാനാണ് ഇനി പോപ്പ് എന്ന് പറഞ്ഞു തുടങ്ങും. അങ്ങനെയാണ് സഭകൾ ഉണ്ടാകുന്നത്, സെക്റ്റുകളൊക്കെ ഉണ്ടാകാൻ കാരണം അതാണ്. ഈ 2ാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പോയി പരാജയപ്പെടുന്ന വ്യക്തികൾ, ഈ കാണുന്ന മുഴുവൻ
എൻ്റേതാണ് നിനക്ക് തരാമെന്ന് പിശാച് പറയുന്ന വാഗ്ദാനത്തിൽ അറിയാതെ വീണു പോവുകയാണ്. അവനെ നയിക്കുന്നത് പിശാചാണെന്ന് പോലും അവ അറിയുന്നില്ല. അങ്ങനെ പല സെക്റ്റുകളും ഉണ്ടാവുന്നതാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. ഈ പ്രലോഭനങ്ങളെ വിജയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. ഇത് മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കാൻ തുടങ്ങും. അതിനെ എളിമപൂർവം ഒരുങ്ങേണ്ടതും നമ്മുടെ കടമയാണ്. പരിശുദ്ധാത്മാവ് ഫിനിഷ് ചെയ്യുന്നത് ആത്മാവല്ല. നമ്മൾ ആലോചിക്കുക, നമ്മൾ ആരെക്കുറിച്ച് അറിയാൻ പോകുന്നത്? ദൈവത്തെക്കുറിച്ച് അറിയാൻ പോകുന്നത്. ദൈവത്തെക്കുറിച്ച് അറിയാൻ പോകുന്ന വിഷയത്തിനെ എത്രയോ വലിയ ഡെപ്തിലായിരിക്കും, സമുദ്രമാണ് അല്ലേ? നമ്മളിതൊക്കെ, ഞാനിപ്പോ ക്ലാസ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞ് ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞ എന്താ സ്ഥിതി? എന്റെ ബുദ്ധിയിലുള്ളിൽ ഒതുങ്ങുന്നവനാണോ ദൈവം? അല്ലെ? നമ്മൾ ഭൗതികമായി ബുദ്ധിപരമായി അന്വേഷിക്കുമ്പോൾ പ്രശ്നം എന്താ? എന്റെ ബുദ്ധിയിലുള്ളിൽ ഒതുങ്ങേണ്ട വ്യക്തിയാണോ പരിശുദ്ധാത്മാവ്? ഇനി അപ്പുറത്തേക്ക് എന്തൊക്കെ ഉണ്ടാകാം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ചിലർക്ക് ചില ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫുൾ സ്റ്റോപ്പ് അടിക്കും. ഇനി ഒന്നുമില്ല തന്നെ, ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് വിചാരിക്കുക. അതൊരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ഒരു ബോധ്യമാണ്. വീണ്ടും എളിമപൂർവ്വം എന്നെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങും. എൻ്റെ അപ്പച്ചൻ ഇതുപോലെ ധ്യാനത്തിന് പോയി അഭിഷേകമൊക്കെ പ്രാപിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞവന് വന്നു കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്തുകാരായ കുറച്ച് പേര് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു, വിശുദ്ധരോട് പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ അപ്പച്ചനത് ശരിയാണെന്ന് തോന്നി, ബോധ്യം, വചനം വെച്ചതൊക്കെ കറക്റ്റാണല്ലോ, ഈ വചനം എവിടെയാണല്ലോ അവർ പറഞ്ഞുതരും. അപ്പോൾ അത് വെച്ചിട്ട് ഓക്കെ ആയി, ശരി ഞാനെന്ന് അങ്ങനെ ബോധ്യം വരിക. അപ്പോൾ എന്നെ അപ്പച്ചനാണ് ധ്യാനത്തിന് വിട്ടത്. തിരികെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അപ്പച്ചൻ പക്ഷെ നേരെ പെന്തക്കോസ്ത സ്റ്റൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ട, ജപമാല ചൊല്ലേണ്ട. പക്ഷെ ഞാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുമ്പോൾ ഭാഷാവാരത്തിൽ ജപമാല ചൊല്ലുന്നു. അപ്പച്ചനാണ് സംശയം, ഇതിലേതാ ശരി? അപ്പച്ചൻ എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ എനിക്ക് ശരിയായ വെളിപ്പെടുത്തി തരണം. ഞാൻ വിചാരിച്ചിരുന്നത് 2 മാസത്തെ ഗ്യാപ്പാണ് എനിക്ക് പറയുന്ന സംഭവം. അപ്പൊ ഇവര് പറഞ്ഞപ്പോ ഇത് ശരിയാണെന്ന് ഞാൻ വിചാരിച്ചല്ലോ, എന്താണ് എനിക്കിത് വെളിപ്പെടുത്തി തരണേ എന്നാണ് അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ. അപ്പൊ അപ്പച്ചനൊരു ദർശനം അതുവരെ കൊടുത്തില്ല. എപ്പോഴാണ് കൊടുക്കുന്നത്? ഇനിയും എന്നെ പഠിപ്പിക്കണമേ, എനിക്ക് അറിഞ്ഞുകൂടല്ലോ എന്ന് പറഞ്ഞെടുത്താണ് അടുത്ത പഠനം ദൈവം നൽകുന്നത്. ആ എളിമപ്പെടലാണ് കർത്താവ് കൊടുക്കുന്നത്. അപ്പൊ പഠിപ്പിക്കാൻ തുടങ്ങിയ ദൈവം അത് 2 വിഷയം കാണിച്ചു കൊടുത്തത്. ഒന്ന്, ചെളി മുങ്ങി നിൽക്കുന്ന ആളിനെ എഴുന്നേൽപ്പിച്ച് നീ പറഞ്ഞു, നീയാണ് ഇത്രയധികം ചെളിയിൽ മുങ്ങി നിന്നെ കഴുകി വൃത്തിയാക്കാന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മേനെ എന്താ ചെയ്തെന്ന് നീ അന്വേഷിക്കണ്ട. എൻ്റെ അമ്മേനെ ഞാൻ എന്ത് ചെയ്തു നീ അന്വേഷിക്കണ്ടെന്ന്. നിന്നെ ഇത്രയും വൃത്തികെട്ട ചെളി കിടക്കുന്ന നിന്നെ എടുത്ത് വിശദീകരിച്ചതുപോലെ കുട്ടപ്പനാക്കാന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മേനെ ഞാൻ എന്താ ചെയ്തതെന്ന് നീ അന്വേഷിക്കണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വിഷയം കിട്ടി. ഇലയിൽ ചോറിട്ടിരിക്കുകയാണ്, കറികളും വെച്ചിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ ചോറ് മാത്രം തിന്ന് വയറ് നിറച്ച് എനിക്ക് പോകാം, കറികൾ കൂട്ടി തിന്നണമെങ്കിൽ തിന്നാം. സ്വർഗത്തിലെ രക്ഷ മാത്രമല്ല, വിശുദ്ധരൊക്കെ ഉണ്ട്. എല്ലാം കൂടി ചേർത്ത് ആസ്വദിച്ചത് ആഘോഷമായിട്ട് സ്വർഗത്തിനൊപ്പം ആവണമെങ്കിൽ ആയിക്കോളൂ, അല്ലെങ്കിൽ ഇത് മാത്രം തിന്നിട്ട് എനിക്ക് പോയിക്കോളൂ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ബോധ്യം കിട്ടിയപ്പോഴാണ് അപ്പച്ചൻ അവിടെ നിന്ന് തിരിഞ്ഞ് കത്തോലിക്ക സഭയിൽ സത്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇതെന്താ പറഞ്ഞു വരുന്നത്? ദൈവത്തിന്റെ മുമ്പിൽ ഇനിയും എന്നെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ സറണ്ടർ ചെയ്യാൻ തുടങ്ങിയാലാണ് ഇനിയും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാൻ പോണില്ല. നമ്മുടെ വിചാരം കഴിഞ്ഞു തന്നെയാണ്. ദൈവത്തിന്റെ മുമ്പിൽ വീണ്ടും സറണ്ടറായി, എന്നെ പഠിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. ഈ നിമിഷം ഇന്ന് ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാനിങ്ങനെ പറഞ്ഞു, ഏകരായ ദൈവം അനേകരായി വിഭജിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് അനേകരിലേക്ക് നൽകപ്പെട്ടു, അനേകർ വസിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ഉറവിടം വിശുദ്ധ കുർബാനയിൽ ഒരു അപ്പത്തിൽ എല്ലാവരും ഭാഗഭാക്കാക്കുന്നു എന്നുള്ള കാര്യം ഇപ്പൊ എന്നെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തന്ന കാര്യം. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് പോയി തന്നൊരു കാര്യമാണ്.
എങ്ങനെയാണ്? ഞാൻ പലപ്പോഴും ക്ലാസ്സിലെടുക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏകനായ ദൈവം അനേകരിൽ വിഭജിക്കപ്പെട്ടു, അനേകരിലായി. അപ്പോഴും പരിശുദ്ധമാൻ ഇപ്പൊ പറഞ്ഞ കാര്യമാണ്, അങ്ങനെ വിഭജിക്കപ്പെടുകയില്ല. അപ്പോഴും ഒരു വ്യക്തിയിലാണ് ജീവിക്കുന്നത്, അത് യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയിലാണ്. അതിന്റെ ഭൗതിക ശരീരമാണ് സഭ. സഭയിൽ നിങ്ങൾ അംഗങ്ങളാകുമ്പോൾ ആ ഒരു വ്യക്തിയിൽ തന്നെയാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. എവിടെയുള്ള വ്യക്തിയിലും എവിടെയുള്ളതാകുമ്പോൾ ആ ഒരു കൂട്ടായ്മ സഭയിലുണ്ട്. ഇതിപ്പോ ഞാൻ ഈ വചനം വായിച്ചില്ലേ, 1 കൊരിന്ത്യർ 10:17 വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു ബോധ്യമാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറഞ്ഞതിനർത്ഥം? പരിശുദ്ധാത്മാവ് ഇനിയും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മളതിന് സറണ്ടർ ആയാൽ മതി. ഇന്ന് പല സെക്ടുകളിലും ദൈവത്തിന്റെ അരൂപി പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ട് അവരെ ഇഷ്ടത്തിന് കൊണ്ടുപോകാൻ കാരണം അവരിത് ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഫിനിഷ് ചെയ്യാതെ ഇനിയും സറണ്ടർ ആയി കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും തിരിയാൻ തുടങ്ങും. അങ്ങനെ തിരിയുന്ന വ്യക്തികളാണ് സജിത്ത് ജോസഫിനെ പോലെ തിരിച്ചു വരുന്നത്. സജിത്ത് ജോസഫിന്റെ അനുഭവം അങ്ങനെയാ. അവൻ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടൊരു സമുദ്രം കാണുക. അവൻ സറണ്ടർ ആവാൻ തുടങ്ങിയപ്പോൾ, ആ വ്യക്തി സറണ്ടർ ആവാൻ തുടങ്ങിയപ്പോഴാണ് കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു വരണമെന്ന് ആ വ്യക്തി തീരുമാനിച്ച് കടന്നു വരുന്നത്. കാരണം അതിന് ഉറവിടം മനസ്സിലായി. ഇത് 1-2 ബന്ധുസ്ഥർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഒന്നല്ല, ഇന്ന് ബന്ധുസ്ഥർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സംഭവം. ഇത് ഞാൻ ക്ലബ് ഹൗസിൽ ഡിബേറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, അഭിലാഷ് പാസ്റ്റർ ഉണ്ട് അല്ലേ, കണ്ടിട്ടില്ലേ? അദ്ദേഹം അങ്ങനെ ഒരു പാസ്റ്റർ ഉണ്ട്, അഭിലാഷ് എന്ന പേര്. അദ്ദേഹം 3 സ്റ്റേറ്റുകളുടെ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഗുജറാത്തിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും. അവരുടെ സഭയാണ് പെന്തക്കോസ്ത്. ആൾക്ക് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി കാത്തലിക് ഫെയ്ത്ത് ആണ് കറക്റ്റ് എന്ന്. ഇപ്പൊ ആള് കത്തോലിക്ക സഭ പെന്തക്കോസ്തുകാർക്കിടയിൽ അവരുടെ സമൂഹത്തിൽ കത്തോലിക്ക സഭയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവിടെ ഞാൻ പറഞ്ഞു, കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു വരൂ, ഇതാണ് കറക്റ്റ്. പക്ഷെ ആൾക്ക് തിരിച്ചു വരാനായിട്ട് സമയമായിട്ടില്ല. പക്ഷെ ആളുടെ സഭേനെ കത്തോലിക്ക സഭയെ പോലെ കൊണ്ടു നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. തിയോളജിയൊക്കെ മാറ്റി, ആളുടെ പെന്തക്കോസ്ത് തിയോളജിയൊക്കെ മാറ്റി കാത്തലിക് ഫെയ്ത്ത് ആള് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നൊരാൾ പറയുകയാണ്, എന്നോട് പറഞ്ഞത് ഇപ്രകാരം, എന്നോട് പറഞ്ഞതാ, ഞാൻ ആലപ്പുഴയിലുണ്ട്, എനിക്ക് കൊന്ത വാങ്ങി തരാമോ? ഒരു പാസ്റ്റർ ചോദിക്കുകയാണ് എന്നോട്, ഒരു കൊന്ത വാങ്ങി തരാമോ? ഞാൻ ആലപ്പുഴ ഒരു പള്ളി പോയി പ്രാർത്ഥിച്ചു പോകറെ, എന്നോട് പറഞ്ഞതാ ഫോൺ വിളിച്ചപ്പോ. എന്നിട്ട് അദ്ദേഹം പറയാ, കാത്തലിക് ഫെയ്ത്തിലേക്ക് വരാൻ, കത്തോലിക് സഭയ്ക്ക് വരാൻ എനിക്കൊരു വിഷമം. ഇവിടെ കുറെ രൂപങ്ങൾ കുറെ ഉണ്ട്, അത്ര രൂപങ്ങൾ വേണ്ട, കുറച്ച് രൂപ മതി. ആദിമ സഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് വരാത്തത്. പക്ഷെ വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് പറയുക, ആൾ പറഞ്ഞൊരു വാക്കെന്താണെന്ന് അറിയാമോ? ബ്രദറെ, ഞാൻ എങ്ങനെയാണെന്ന് അറിയാമോ, യേശുവിന്റെ കൂടെ ശിഷ്യന്മാര് ഒരുമിച്ച് പോകുന്നുണ്ട്, അതുപോലെ കത്തോലിക്ക സഭ പോകുന്നുണ്ട്. പക്ഷെ അവരറിയാതെ ഒരു ശിഷ്യൻ അപ്പുറത്ത് അകലെ നിന്ന് സുവിശേഷം പറയുന്നില്ലേ, ഇതേപോലെ ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് നടക്കട്ടെ എന്ന് ഈ ബ്രദർ പറയാ. ഇപ്പൊ എന്റെ അവസ്ഥ, അപ്പൊ ഈശോ പറഞ്ഞില്ലേ നമുക്ക് എതിരില്ലാത്തവൻ നമ്മുടെ ഭാഗത്താണെന്ന്, അതേപോലെ ഞാൻ നമുക്ക് എതിരില്ലാത്ത ഭാഗത്തുണ്ട് കേട്ടോ എന്ന് എന്നോട് പറഞ്ഞതാ ബ്രദർ. ഞാൻ പറഞ്ഞു, കത്തോലിക്ക സഭയ്ക്ക് ഞാൻ ക്ഷണിച്ചിട്ടുണ്ടാവുക, ഇത് വീഡിയോ എടുക്കുന്നുണ്ട്, അദ്ദേഹം അത് കേട്ടാലും അത് ആൾ സംഭവിക്കും. അത് കാരണം പെന്തക്കോസ്തുകാരെന്ന് അവർ പുറത്താക്കിയാണ് എന്നെ പാസ്റ്റർ. അപ്പൊ 1-2 പേര്, സജിത്ത് ജോസഫിനെ പോലെ ഒരാളൊന്നല്ല, കുറച്ച് പേര് ഇങ്ങനെ വന്നിട്ടുണ്ട്, വേറെ കുറെ പേര് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ കാരണം? സഭയുടെ ഭൗതിക ശരീരത്തിൽ അംഗമാകാതെ ജീവനുണ്ടായിരിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഇതുമായി ബന്ധമില്ലാത്ത ശാഖൻ എന്ത് ചെയ്യും? വെട്ടി മാറ്റിയിട്ടിട്ട് ഉണങ്ങി അവസാനം കത്തിച്ചളയും. സഭയുടെ ഭൗതിക ശരീരമായ സഭയിൽ, ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭയിൽ അംഗമാകാതെ ഈ ദൈവിക ജീവൻ കിട്ടുകയില്ല. അറിഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോയാണല്ലോ, അത് വെട്ടി കത്തിച്ചളയും. അതാണ് സഭയുടെ പ്രത്യേകത, പരിശുദ്ധാത്മാവ് വസിക്കുന്നതിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. നമുക്കൊന്ന് എഴുന്നേറ്റ് ഒരു കാര്യം കൂടി പറഞ്ഞത്, ഒരു കാര്യം പറഞ്ഞു ഒന്നിരിക്കാം, ഒരു കാര്യം ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ ഒറ്റ കാര്യം പറയും. രക്ഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അതിന് പറഞ്ഞാല് അത് കംപ്ലീറ്റ് ആണോ? നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ചിലരൊക്കെ തല തിരിച്ചു വായിക്കുന്നുണ്ട്. തല തിരിച്ചു വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് പിന്നിലോട്ട് വായിക്കേണ്ട പകരം പിന്നിൽ നിന്ന് മുന്നോട്ട് വായിക്കുക. ഞാൻ അതിൻ്റെ എക്സാമ്പിൾ കൂടി പറയാം. പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ രക്ഷാശാസ്ത്രത്തിൽ പറഞ്ഞു, നമ്മൾ പാപികളാണ്, കർത്താവിന്റെ രക്തം നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞു,
പിന്നെ നമ്മൾ പാപം ചെയ്യാൻ സാധ്യമല്ല, ഈ അവസ്ഥയിലേക്ക് വരും. ഇത് പൗലോസ്ലീഹയുടെ ലേഖനത്തില്, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 7-ാം അധ്യായത്തില് അതിന്റെ ഹെഡിങ് വായിക്കാം. ഒന്ന്, നിയമത്തിന്റെ സ്വാധീനം. രണ്ടാമത്തെ ഹെഡിങ് പാപത്തിന്റെ സ്വാധീനം. 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഹെഡിങ് എന്താ? ആത്മാവിനുള്ള ജീവിതം. 3 ഹെഡിങ് വായിച്ചോ. എന്താ ഈ സംഭവം? ഈ ലോകത്തുള്ള മനുഷ്യരെ 3 ആൾക്കാരായി തരംതിരിക്കും. 3 തരം മനുഷ്യന്മാര്. അതിനപ്പുറത്തേക്ക് വേറെ മനുഷ്യന്മാരൊന്നുമില്ല. 3 ഗണമുള്ളത്. ഒന്നാമത്തെ ഗണം നിയമത്തിന്റെ അടിമത്താണ്. 10 കൽപ്പനയുണ്ട്. ആ 10 കൽപ്പന അനുസരിച്ച് ജീവിച്ച് രക്ഷ പ്രാപിക്കാം എന്നൊരു ധാരണ. നിയമം അനുസരിച്ച് ജീവിക്കുന്നു. പാലിക്കാൻ പറ്റുമോ? പാലിക്കാൻ പറ്റുന്നില്ല. വഴിപഴയ്ക്കുന്നു, കുമ്പസാരിക്കുന്നു, വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതുകൂടെ മാത്രമല്ല, മറ്റു മതങ്ങളിൽ അങ്ങനെ തന്നെ. അവരൊരു നിയമാവലി ഉണ്ട്, അതനുസരിച്ച് ജീവിക്കാനുള്ള ക്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുക. അതിനൊരു അനുഷ്ഠാനം, നിയമത്തിന്റെ അനുഷ്ഠാനത്താൽ രക്ഷ പ്രാപിക്കാമെന്നുള്ള ധാരണ, അതൊരു വിഭാഗം ജനമാണ്. രണ്ടാമത്തെ വിഭാഗമുണ്ട് പാപത്തിന്റെ സ്വാധീനം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയിൽ പാപം വന്ന് വസിക്കുക, പിശാച് വന്ന് വസിക്കുക, പാപത്തിന്റെ ആത്മാവ് വന്ന് വസിക്കുക. വസിച്ചു കഴിഞ്ഞാൽ വ്യക്തിക്ക് പാപം ചെയ്യാതിരിക്കാൻ പറ്റില്ല, പാപം ചെയ്യുക തന്നെ ചെയ്യും. അതിന് പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാ, 19-ാമത്തെ വാക്യം. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്ത ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്ന ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. എന്താണ് ആ വ്യക്തിയുടെ അവസ്ഥ? ചിലര് ബൈബിൾ വായിച്ചിട്ട് പറയേ, കണ്ട പൗലോസ്ലീഹ പോലും പറയുന്നു ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യണേന്ന്. പിന്നെയാണ് എൻ്റെ കാര്യം. പൗലോസ്ലീഹ വരെ ഇങ്ങനെ ഭാവിയാണ്, പിന്നെയാണ് എൻ്റെ കാര്യം എന്ന് ചോദിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥത്തിൽ പൗലോസ്ലീഹ അങ്ങനെ പറയുന്നത് ഇത് ഈ ഒരു അവസ്ഥയെ പറ്റി പറയുക, പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അടുത്തതാണ് ആത്മാവിലുള്ള ജീവിതം. അവിടെ എന്താ പറയുന്നത്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ജഡികരായി ജീവിക്കുന്ന നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകൾ ആത്മാവിനെ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ജഡികമായ മനുഷ്യർ ജഡിക കാര്യങ്ങളെ മനസ്സ് വയ്ക്കുന്നു, ആത്മീയ മനുഷ്യർ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ഇതാണ് 3 ടൈപ്പ് മനുഷ്യരാണ്. 1 പരിശുദ്ധാത്മാവ് ഉള്ളവർ, 2 ദൈവിക നിയമങ്ങളെ പാലിക്കാൻ ശ്രമിക്കുന്നവർ, 3 പാപത്തിന് അടിമത്തത്തിൽ കിടക്കുന്നവർ. അവർ എഴുന്നേക്കാൻ തയ്യാറല്ല. ഈശോ അതിനെന്താ പറയുന്ന അറിയാമോ? വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. മത്തായി 7:5. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്. അത് നിങ്ങളെ ചവിട്ടി നശിപ്പിക്കും, തിരിഞ്ഞ് നിങ്ങൾ ആക്രമിക്കുകയും ചെയ്തേക്കാം. പരിശുദ്ധാത്മാവാണ് ഈ വിശുദ്ധമായത്. മുത്ത് പരിശുദ്ധാത്മാവാണ്. അത് നായ്ക്കൾക്ക് കൊടുക്കില്ല. നായ്ക്കളുടെ പ്രത്യേകത എന്താ? 2 പത്രോസ് 2:22. നായി ഛർദ്ദിച്ചു തിന്നുന്നു, കുളിച്ച് പന്നി ചെളിയിൽ തന്നെ. നമ്മൾ പാപം ചെയ്യുന്നു, കുമ്പസാരിക്കുന്നു, ഛർദ്ദിക്കുന്നു, വീണ്ടും പോയി ഛർദ്ദിച്ചു തിന്നുന്നു, പാപം ചെയ്യുന്നു, വീണ്ടും പോയി കുമ്പസാരിക്കുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്രമാണം പാലിക്കാൻ ശ്രമിക്കുന്നു, പറ്റുന്നില്ല, കുമ്പസാരത്തിൽ പറയുന്നു, വീണ്ടും ആ പാപത്തിലേക്ക് വീണ്ടും പോകുന്നു, വീണ്ടും പോയി അതിൽ തന്നെ വീഴുന്നു. നായെപ്പോലെ. അതാണ് ഈ നിയമത്തിന്റെ സ്വാധീനം. മറ്റത് പന്നിയെ പോലെയാ, കുളിച്ച പന്നി ചേറി തന്നെ ഈ പാപത്തിന്റെ സുഖത്തിൽ നിൽക്കുക. അതാണ് ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്, കാരണം ഇനി വസിക്കുന്ന പാപമാണ്. എന്നാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ വളരണം. പരിശുദ്ധാത്മാവിനുള്ള ജീവിതം. ആകയാൽ യേശു ക്രിസ്തുവിൽ ഐക്യപ്പെട്ടവർക്ക് ശിക്ഷാവിധിയില്ല. റോമ 8:1. അങ്ങനെ പറഞ്ഞിട്ട് യേശു ക്രിസ്തുവുള്ള ജീവാത്മാവിന്റെ നിയമം, ഈ പരിശുദ്ധാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഈ 2 നിയമത്തിൽ നിന്നും നിന്നെ സ്വതന്ത്രനാക്കുന്നത് ജീവാത്മാവിന്റെ നിയമമാണ്. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്. ഈ പാപത്തിന് അടിമത്തിൽ നിന്നും നിയമത്തിന് അടിമത്തിൽ നിന്നും നിന്നെ സ്വതന്ത്രനാക്കുന്നത് യേശു ക്രിസ്തുവിനുള്ള ജീവാത്മാവിന്റെ നിയമമാണ്. ഈ വചനം മനസ്സിലാക്കാതെ ഇതിനു മുമ്പത്തെ പാപത്തിന്റെ സ്വാധീനം വ്യാഖ്യാനിച്ച് എങ്ങനെ ഇരിക്കും? മനസ്സിലായോ? പാപം ചെയ്യാനുള്ള ലൈസൻസ് പോലെയില്ലേ മാത്രം വായിച്ചാൽ? ആണ് നേരത്തെ ഞാൻ പറഞ്ഞത്.
ഇനി മറ്റൊരു ഭാഗം ഇതേപോലെ തന്നെ യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനം 8-ാമത്തെ വാക്യം, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനും ആകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതിയും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പാപത്തുള്ള ഒരു വ്യക്തി തിരിച്ചു വരുന്നതിനെ പറ്റിയേ പറയുന്നു. ഈ വചനം വായിച്ചിട്ട് നമ്മൾ പാപമില്ലാത്തവരാണെന്ന് പറഞ്ഞ ആത്മവഞ്ചന, അതുകൊണ്ട് നമ്മൾ പാപികളാണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാവുന്നു. ഇതിന്റെ കണ്ടിന്യൂഷൻ 3-ാം അധ്യായത്തിൽ വരുന്നുണ്ട്. ഇത് 1-ാമത്തെ അധ്യായമാണല്ലോ. ഇതിങ്ങനെ പഠിപ്പിച്ച് യേശു ക്രിസ്തുവിലാണ് നമ്മൾ രക്ഷപ്രാപിക്കണമെന്ന് പഠിപ്പിച്ച് ഈ കടന്നു വന്ന് 3-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ഇതിന്റെ ഒരു പൂർത്തീകരണം വരുന്നുണ്ട്. 3-ാം അധ്യായം 1-ാം വാക്യം എന്താ പറയുന്നത്? കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. എന്നിട്ട് നമ്മൾ മുമ്പ് വായിച്ച വചനാണ്, പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ മക്കളാണ്, നാം എന്തായി തീരുന്നത് വെളിപ്പെട്ടിട്ടില്ല, എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും, അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മെ തന്നെ വിശുദ്ധനാക്കുന്നു. അപ്പൊ നമ്മൾ എന്തിനാ പാപം ചെയ്യാതെ ജീവിക്കേണ്ട ആവശ്യം? ഇത് കാൽവിനിസ്തന്റെ എതിരാട്ടോ. കാൽവിനിസ്തൻ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം രക്ഷിച്ചു, പിന്നെ പാപം ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. നേരെ തിരിച്ചാ, നമ്മൾ വിശുദ്ധരാക്കണം. എന്നിട്ട് അടുത്ത വചനം പറയാണ്, 4-ാമത്തെ വാക്യം, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു, പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായതെന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല, അവന് വസിക്കുന്ന ഒരുവനും, അടുത്ത വചനം ശ്രദ്ധിച്ച്, അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങൾ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിന്നെയും പറയാ, ഇതിന്റെ ക്ലൈമാക്സ് പറയുന്നത് ഈ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ ഈ പാപത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞതിന്റെ ക്ലൈമാക്സ്. അടുത്ത വചനം പ്രത്യേകം ശ്രദ്ധിക്കണേ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു നിറഞ്ഞാലുള്ള പ്രത്യേകതയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ഇതാണ് ക്രിസ്ത്യാനിറ്റി. ഇതാണ് ക്രിസ്ത്യാനിറ്റി. അടുത്ത വരികളും പറയാ, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ വ്യക്തമാണ്. ഇനിയാണ് ചോദ്യം, ഞാൻ ദൈവത്തിന്റെ മകനാണോ പിശാചിന്റെ മകനാണോ? ഞാൻ പാപം ചെയ്യാൻ പറ്റുന്നില്ലെന്നേ, കാരണം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുക. പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ട് പാപം കടന്നു വരുമ്പോൾ ഇത് പാപമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. ദൈവത്തിൽ നിന്ന് വസിക്കുന്ന ഞാൻ ദൈവത്തിൽ ജനിച്ച ഞാൻ പാപം ചെയ്യുന്നില്ല, കാരണം ദൈവത്തിന്റെ ചൈതന്യം വസിക്കുന്നു. ഞാൻ ദൈവത്തിൽ ജനിച്ചതായതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ എന്താ പറയാറ്? പ്രലോഭനം വന്നപ്പോ വീണുപോയി, പ്രലോഭനം വന്നപ്പോ വീണുപോയി. ഇവിടെ എന്താ പറയുന്നത്? പ്രലോഭനം വന്നപ്പോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ, കാരണം എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, നഷ്ടപ്പെട്ടു പോകും, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. ഈ ഒരു അവസ്ഥയിലേക്കുള്ള രൂപാന്തരീകരണമാണ് യേശു ക്രിസ്തു നൽകുന്നത്. ഇതിന് പറയുന്നത് വേറെ ക്രിസ്തുമതം. അങ്ങനെ വിശുദ്ധിയിലായിരിക്കുന്ന വ്യക്തിയാകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധിയെ കാണുന്നൊരു വ്യക്തി ഇങ്ങനെ പാപം ചെയ്യാനാവാത്ത ആ വിശുദ്ധിയിലേക്ക് നടക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധിയെ കാണുമ്പോൾ ഞാൻ എത്ര തന്നെ വിശുദ്ധനായാലും ഞാൻ ആ പരിശുദ്ധിയെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്ത് പറയും? അപ്പോൾ ഞാൻ എന്ത് പറയും? ഞാൻ പാപിയാണെന്ന് പറയും. പറഞ്ഞ അടുത്ത സ്റ്റെപ്പ് മനസ്സിലായോ? ഞാൻ ഈ സ്റ്റെപ്പ് പറഞ്ഞു, അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയുന്നത്, ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധിയെ കാണുമ്പോൾ ഞാൻ അപ്പോൾ എന്തു പറയും? ദൈവത്തിന്റെ പരിശുദ്ധിക്ക് മുമ്പിൽ എന്റെ വിശുദ്ധി ഒന്നും
നിസ്സാരമാണേ, ഞാനാണേ പാപി, ഞാനാണ് പാപികളിൽ ഒന്നാമൻ എന്ന് പൗലോസ്ലീഹ പറയുന്നതിന്റെ കാരണം ഈ സ്റ്റേജിലാണ്. മനസ്സിലായോ പറഞ്ഞത്? അല്ലാതെ പൗലോസ്ലീഹ പാപികളിൽ ഒന്നാമനാണെന്ന് പറയുന്നു, പാപിയാണ് കാരണം നമ്മൾ പാപിയായിരിക്കുന്നോളാം എന്നുള്ള അർത്ഥത്തിലല്ല. വിശുദ്ധമായി ജീവിക്കുന്നു, ഞാൻ പരിപൂർണ്ണ വിശുദ്ധിയിലേക്ക് കടന്നു വരുന്നു, വിശുദ്ധി വളരുന്നു, വിശുദ്ധമായി ജീവിച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധിയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വൃത്തിയാശിയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനാക്കുന്ന പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. ഇങ്ങനെ വിശുദ്ധനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പരിശുദ്ധനെ കാണുമ്പോൾ അപ്പോഴും ഞാൻ എന്താ പറയാ, അതിന്റെ മുമ്പ് നിൽക്കുമ്പോ ഞാനാണ് ഏറ്റവും വലിയ പാപി എന്നുള്ള എളിമയുടെ തലത്തിലേക്ക് വീണ്ടും വരും. അത് വിശുദ്ധിയിലുള്ള നമ്മുടെ വളർച്ചയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ സ്റ്റെപ്പിലേക്കും മനസ്സിലാവണം, പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അപ്പൊ ഈ ക്രമം ഇത് സുവിശേഷത്തിന് മുഴുവനുണ്ട്, ബൈബിളിന് മുഴുവനുണ്ട്. പഴയ നിയമം മുതൽ അവസാനം വരെ ഈ ക്രമമുണ്ട്. ഉദാഹരണം മറ്റൊരു ക്രമം പറഞ്ഞാൽ, ഇപ്പൊ ഒരു പുരുഷൻ ഒരു സ്ത്രീ മതി. നമ്മള് വിവാഹത്തില് പ്രതിജ്ഞ എടുക്കാൻ വരും അല്ലേ? പ്രതിജ്ഞ എടുക്കുമ്പോൾ നമ്മളെ എന്തെന്നാണ് എഴുതിയുള്ളത് ലിറ്ററേച്ചറിൽ? സുവിശേഷം സാക്ഷിയാക്കി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഞാനും അവളും മരണം വരെ നിൽക്കുമെന്ന് സുവിശേഷ സാക്ഷ്യമായി. എന്താ സുവിശേഷ സാക്ഷിയായി എന്ന് പറയുന്നത്? ബൈബിൾ സാക്ഷ്യമായി എന്ന് പറഞ്ഞാൽ പോരെ? എന്താ പ്രശ്നം? പഴയ നിയമത്തിൽ വിവാഹമോചനത്തിന് അനുവാദമുണ്ട്. അപ്പൊ നമ്മൾ കൈവച്ചിട്ട് പഴയ നിയമം ശരിക്കും സുവിശേഷം കൊടുക്കണമെന്ന് നേരെ നിയമമുണ്ട്. പഴയ നിയമത്തിൽ കൈവച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ നിയമത്തിൽ എന്താ കിടക്കുന്നത്? ഡിവോഴ്സ് ചെയ്തോളാൻ, വേറെ കല്യാണം കഴിച്ചു, 2-3 കല്യാണം കഴിച്ചോളാൻ. അതിന് പൂർത്തീകരണം പുതിയ നിയമത്തിലെ സുവിശേഷത്തിൽ. അതുകൊണ്ടാണ് സുവിശേഷം സാക്ഷ്യമാക്കി. അവിടെ ഒരു വരിയേ ഉള്ളൂ, അവിടെ ഡിവോഴ്സ് ഇല്ല. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വളർച്ച ബൈബിളിൽ മുഴുവനുണ്ട്. ഇത് മനസ്സിലാകാതെ ഇവിടെ നിന്നും കണ്ടിട്ട് പിന്നെ പഴയ നിയമത്തിൽ പോയിട്ട് ബൈബിളിൽ ഇങ്ങനെ പറയുന്നല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ യുക്തിവാദികളുടെ അടുത്ത് ഡിബേറ്റിന് പോകുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഡിബേറ്റ് പോകുമ്പോൾ അവർ പറയുന്നതിന് കാര്യമുണ്ട്. യഹോവയാണോ യേശു? അതെ. യാഹുവ യേശു ഒന്നാണോ? അതെ. അപ്പോൾ യാഹുവെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പഴയ നിയമത്തിൽ, യാഹുവെ ഇന്നപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ യേശു ഇങ്ങനെ ചെയ്തില്ലേ? യേശു കൊല്ലാൻ പറഞ്ഞു, യേശു സ്ത്രീകളെ പിടിക്കാൻ പറഞ്ഞു, എവിടെ പറഞ്ഞു? എന്നാ പഴയ നിയമത്തിൽ യാഹുവ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, യാഹുവ ഇങ്ങനെ പറയാൻ പറഞ്ഞു, യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ യേശു യാഹുവ ഒന്നല്ലേ? ഇതിനെയാണ് തല തിരിച്ചുള്ള ബൈബിൾ വായന എന്ന് പറയുന്നത്. ഇത് ഇപ്പുറത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് യേശു ക്രിസ്തു ആരാണെന്ന് വ്യക്തമായിട്ട്. അത് മനസ്സിലാക്കാതെ തല തിരിച്ച് ബൈബിൾ വായിക്കുക. യുക്തിവാദികൾ ചെയ്യുന്ന കാര്യം ക്രിസ്ത്യാനികളെതിരെ പറഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരൊറ്റ കാര്യം ചെയ്യും, എന്താ? പഴയ നിയമത്തിൽ യാഹുവ അങ്ങനെ പറഞ്ഞു, യാഹുവ ഇങ്ങനെ പറഞ്ഞു. അവർക്ക് ലഭിച്ച അറിവല്ലേ അതിൽ എഴുതിയിട്ടുള്ളൂ. ഹെബ്രായർ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്ന പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരിൽ ഘട്ടം ഘട്ടമായി വെളിപ്പെട്ടു, എന്നാൽ ഇപ്പോൾ ഈ പുത്രൻ വഴി പൂർണ്ണമായി വെളിപ്പെട്ടു. സൂര്യൻ പ്രകാശം തരുന്നുണ്ട് നമുക്ക്, സൂര്യൻ നമുക്ക് പ്രകാശം തരുന്നുണ്ട്, പൂർണ്ണതയുള്ളതല്ലേ? ഓക്കെ. രാത്രി കാലത്ത് എന്താ ചെയ്യുക? ചന്ദ്രൻ നമുക്ക് പ്രകാശം തരുന്നുണ്ട്. ചന്ദ്രൻ തരുന്ന പ്രകാശം ആരാ പ്രകാശം? സൂര്യന്റെ പ്രകാശം. സൂര്യൻ പ്രകാശം കൊടുക്കാത്ത കുറവുണ്ടോ ചന്ദ്രന്? ഉണ്ടോ? ഇല്ല, മുഴുവനായിട്ട് കൊടുക്കുന്നുണ്ട്. ചന്ദ്രൻ നമുക്ക് പ്രകാശം തരുന്നുണ്ട്. ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശത്തിന് വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്. ചന്ദ്രന്റെ പ്രകാശം ഫുള്ളായിട്ട് തരുന്നില്ലേ? തരുന്നുണ്ട്. ചന്ദ്രൻ എന്തെങ്കിലും കുറയ്ക്കുന്നുണ്ടോ? കുറയ്ക്കുന്നില്ല. തന്നെ കൊണ്ട് പറഞ്ഞ മുഴുവൻ ചന്ദ്രൻ പ്രകാശിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താ സൂര്യന്റെ പ്രകാശം പോലെ വെളിപ്പെടാത്തത്? ആരുടെ കുഴപ്പം? സൂര്യന്റെ കുഴപ്പമാണോ? അല്ല. ചന്ദ്രന്റെ കുഴപ്പമാണോ? അല്ല. ചന്ദ്രൻ അതിന് മാക്സിമം ചന്ദ്രന് ചെയ്യുന്നുണ്ട്, പക്ഷെ അത്ര ചെയ്യാനുള്ള കപ്പാസിറ്റി ചന്ദ്രനുള്ളൂ. മനസ്സിലായോ? ഇതേപോലെ ദൈവം പ്രവാചകന്മാരെ വെളിപ്പെടുമ്പോൾ ദൈവം പൂർണ്ണമായി സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. മോശയ്ക്ക് അത് ഗ്രഹിക്കാൻ അത്രേ പറ്റുന്നുള്ളൂ. അത് മോശ നൽകി. മറ്റു പ്രവാചകന്മാർ അങ്ങനെ വെളിപ്പെടുത്തി തരുന്നു, അവരെ കൊണ്ട് കഴിയുന്നവർ തരുന്നുണ്ട്. അത് പരിപൂർണമല്ല. അതുകൊണ്ട് ദൈവം തന്നെ ഭൂമിയിൽ ഇറങ്ങി വന്ന് കാര്യങ്ങൾ കറക്റ്റായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു. അതാണ് യേശു. പിന്നെ നമ്മള് യേശു പറഞ്ഞ നിയമം വെച്ച് നോക്കിയിട്ടല്ലേ പ്രവാചകന്മാരുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. അതായത് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞല്ലോ,
പിന്നെ യേശു പറഞ്ഞു നോക്കേണ്ടതില്ല, പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ശരിയാകുമോ? ഇല്ല, അത് അപൂർണ വെളിപാടാണ്. ഇതാണ് പൂർണ്ണ വെളിപാട്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിന്റെ നിഴലാണ് പഴയ നിയമം, പഴയ നിയമത്തിന്റെ പൂർണ്ണതയാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അപ്പൊ അത് ആരും കുഴപ്പമില്ല. അത് ദൈവവചനല്ലേ? അതെ. ചന്ദ്രൻ ഒന്ന് പ്രകാശം സൂര്യന് പ്രകാശല്ലേ? അതെ, അത് ദൈവവചനമാണ്. പക്ഷെ അതിന്റെ പൂർണ്ണത ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം.